ഹലോ ഗൈസ്, നിങ്ങൾ ഈ ഫ്രണ്ട് അടിച്ച് വർക്ക് എടുത്ത് കോളായൊരു വണ്ടി എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതൊരു ഇന്നോവ ഉണ്ടോ. ഇതിൻ്റെ ലാം സപ്പോർട്ട് മുതൽ അപ്രോണ്, അതേപോലെ ഹുഡ് ലോക്ക് മെമ്പർ, ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അതായത് ഫ്രണ്ട് അടിച്ചിട്ട് റിപ്പയർ ചെയ്ത് കോളാക്കിയാണ്, റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അവിടെ നിർത്തി റിപ്പയർ ചെയ്ത് വാഹനം ആകെ ഇറപ്പാക്കിയാണ്. എഞ്ചിൻ റൂം അവിടെ തുറന്നു കഴിഞ്ഞതിനെക്കാട്ടും വലിയ ബോറ് വേറെ എവിടെയും കാണാനില്ല. എക്സ്റ്റീരിയർ ക്വാളിറ്റി പിന്നെ പറയണ്ടല്ലോ. ഇതുണ്ടോ, നമ്മുടെ അപ്രോൺ സൈഡിൻ്റെ ഭാഗമാണ്, അതായത് മൊത്തം നമ്മുടെ ലാം സപ്പോർട്ടിൻ്റെ ഭാഗമൊക്കെ ആകെ പോയിട്ടുണ്ട്. ഇനി അപ്രോണിൻ്റെ പുറകെ ഭാഗം നമ്മൾ ബൂസ്റ്റർ സൈഡ് നോക്കുകയാണെന്ന് കണ്ടോ, ഇതുപോലെയാണ് അവസ്ഥ. എന്തോ ഭാഗ്യത്തിന് അങ്ങ് നിൽക്കണു, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാഹനമൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല മര്യാദയ്ക്ക് വൃത്തിയിലൊക്കെ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്തായാലും ഭാവിയിൽ തുരുമ്പാണ്. ഒരു 2-3 വർഷം മാക്സിമം മതി ഇതൊന്നാകെ തുരുമ്പടിച്ച് പൊളിഞ്ഞാടെ. അത്രേ ഉള്ളൂ ഇതിനൊക്കെ സ്ട്രോങ് ഇപ്പോൾ. അത്രയും തുരുമ്പായിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കണ്ടൊക്കെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളൊക്കെ മേടിക്കുക. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ഉണ്ടോ.